സദയം എന്ന സിനിമ റിലീസായതിനു ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ഇങ്ങനത്തെ സിനിമകൾ അഭിനയിക്കരുത്. കാര്യം അത് താങ്ങാൻ പറ്റുന്നില്ല. കാര്യം ആ സിനിമ നാഷണൽ അവാർഡാണ്. എം ടി സാറിന് സ്ക്രിപ്റ്റിന് നാഷണൽ അവാർഡ് കിട്ടിയാണ്. ഞാൻ കിടന്ന ജയിലിൽ ആ റൂമിലാണ് റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അതിനുമുമ്പ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കണ്ണൂർ ജയിലിൻ്റെ പ്രത്യേകത 2 പേരെ ഒരുമിച്ച് തൂക്കാൻ പറ്റും. എന്നെ ആ സിനിമയിൽ ഹാങ് ചെയ്തിരിക്കുന്ന, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, 13 വർഷം, ആ സിനിമ ഇറങ്ങുന്നതിന് 13 വർഷം മുമ്പ് തൂക്കിക്കൊന്ന ഒരാളുടെ കയറായിരുന്നു കഴുത്തിലിട്ടത്. അതെ. അപ്പം ഞാൻ ഈ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജയിലർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ആ ഷോട്ടിൽ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായി ഞാനവിടെ താമസിച്ചു. ഇതേ അവസ്ഥയാണെന്ന് പറഞ്ഞു. കാര്യം 10 അല്ലെങ്കിൽ 7-8 വർഷമൊക്കെ അവിടെ ജയിലിൽ കിടന്ന് അവർ തമ്മിലൊരു അറിയാതെ സൗഹൃദം ഉണ്ടാകും. അയാളെ പിറ്റേ ദിവസം തൂക്കിക്കൊല്ല എന്ന് പറയുമ്പോൾ ഉള്ളൊരു മാനസംഗതി. ഇതേ കരയുന്നു. ഞാൻ ഷോട്ട് കഴിഞ്ഞ് വിളിച്ചു, ചേട്ടാ എന്താ പറ്റി? മോഹൻലാൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന അവരും മനുഷ്യരാണ്. പക്ഷെ ഭയങ്കര വല്ലാത്തൊരു തേങ്ങലോട് കൂടിയായിരിക്കാം ആ കഥാപാത്രം ഞാൻ ചെയ്തത്.